ശ്രീ രാഹുൽ ഈശ്വർ, ഈ കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്നുള്ള മഹാരാഷ്ട്ര മന്ത്രിയുടെ അഭിപ്രായം ഇപ്പോൾ വലിയ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ പേരിൽ കേരളത്തിലെ എം പിമാരെ പോലും അത്തരത്തിലാണ് വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളുകൾക്ക് മുമ്പ് തന്നെ VS അച്യുതാനന്ദൻ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കേരളത്തിൽ പലയിടങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങളും അതിൻ്റെ ഒരു കേന്ദ്രവുമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ മഹാരാഷ്ട്ര മന്ത്രി പറഞ്ഞതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന കാര്യമാണ്. രണ്ട് കാര്യം. ഒന്ന്, കേരളം മിനി ഇന്ത്യയാണ്. ഇന്ത്യ വലിയ കേരളമാണ് ആകേണ്ടത്. കേരളം ശങ്കരാചാര്യരുടെ നാടാണ്. അതായത് ഒരു കാലത്ത് ഹൈന്ദവ ധർമ്മം ഇന്ത്യയിൽ മുഴുവൻ ക്ഷയിച്ചു നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ജനിച്ച അന്നത്തെ മലയാളി എന്ന് പറഞ്ഞുകൂടെ പഴയ കേരളീയനായ ഈ ശങ്കരാചാര്യരാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഹൈന്ദവ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതും ഇന്ത്യയെ തിരിച്ചു പിടിക്കുന്നതും. ഇതിനെക്കുറിച്ച് വിവേകാനന്ദ സ്വാമിയോട് പറയുന്നുണ്ട്. അപ്പോൾ ശങ്കരാചാര്യരുടെ നാടാണ്. ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമിയുടെയും ഭാരതകേസരി വന്നത്വരാവിന്റെയും തൈക്കാട് അയ്യാഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും വൈകുണ്ഠസ്വാമിയുടെയും പണ്ഡിറ്റ് കറപ്പന്റെയും ഒക്കെ നാടാണ്. കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. 102 പേര് മുതൽ 108 പേര് വരെ ISISൽ ചേർന്നു. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയ സംസ്ഥാനം കേരളമാണ്. അപ്പം നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. 3 പേരാണെങ്കിലും കേരള സ്റ്റോറിയിൽ പറയുന്ന പോലെ 32,000 ഇല്ലെങ്കിലും 3 പേര് ഇന്ത്യയിലില്ല. നമ്മുടെ ആറ്റുകാലിൽ ജനിച്ചു വളർന്ന നമ്മുടെ നിമിഷ ഫാത്തിമയായി മാറി എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ആ മിനി എനിക്കൊന്ന് നിതീഷ് റാണേജി അടുത്ത ദിവസമൊക്കെ മയപ്പെടുത്തി. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്, ഞാനൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ BJPയിലെ അഡ്വക്കേറ്റ് ജയസൂര്യൻജിയൊക്കെ, അദ്ദേഹം ഗംഭീര പ്രഭാഷകനൊക്കെയാണ്. പക്ഷേ അദ്ദേഹം കുറെ കൂടെ ഘടിപ്പിച്ച് മിനി പാകിസ്ഥാനാണ്, സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിലെ MP ആണെന്നൊക്കെ പറഞ്ഞു. സുരേഷ് ഗോപി ഇത് അംഗീകരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ആ പാകിസ്ഥാൻ പ്രയോഗമല്ല, നമ്മുടെ ഇടയിൽ ഒരാൾ പോലും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായാൽ അതിനെ നമുക്ക് ചെറുക്കാൻ കഴിയണം. ഒരാൾ പോലും കേരളം പോലൊരു സ്വർഗരാജ്യം വിട്ട് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും പോകുന്ന എന്തൊരു ഭ്രാന്താണ്. ആലോചിച്ച് നോക്കണം. ലോകത്ത് ഏറ്റവും ഫൈറ്റ് കിടക്കുന്ന സ്ഥലം സിറിയയാണ്. ഈ ലോകത്ത് ഇത്രയും ഭംഗിയുള്ള വെള്ളമുള്ള പച്ചപ്പുള്ള കേരളം വിട്ട് അഫ്ഗാനിസ്ഥാനിലും സിറിയയിൽ ആർക്കെങ്കിലും ആട് മേയ്ക്കാൻ പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് 100% തെറ്റാണ്. പക്ഷേ ആ പാകിസ്ഥാൻ പോലുള്ള പ്രയോഗങ്ങളെക്കാൾ കൂടുതൽ സർജിക്കലി നമുക്ക് ഇത്തരം കാര്യങ്ങളെ നേരിടണം. ഒരു ബ്രെയിൻ സർജറി ചെയ്യുന്ന സൂക്ഷ്മതയോടുകൂടി ഇത് ശരി ഇതാണ് തെറ്റിതാണ് എന്ന് പറയാൻ കഴിയും. ഈ നിർബന്ധിത മതപരിവർത്തനങ്ങളെ എതിർക്കണം, അതിന് സംശയമൊന്നുമില്ല. ആ നിർബന്ധിത മതം അങ്ങേക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, പല ആൾക്കാർക്കും നമ്മുടെ കേൾക്കാർക്ക് അറിയാത്തതാണ്. മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാൽ അങ്ങനെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയനായി ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയായി മാറിയതാണ്. സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ, അതായത് മതസൗഹാർദ്ദത്തിന് വേണ്ടി വെടിയേറ്റ് മരിച്ച ലോക ചരിത്രത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തോടും മറ്റേ യേശുക്രിസ്തുവിനോടും ബുദ്ധ ഭഗവാനോടും ഒക്കെ ചേർത്ത് വെക്കുന്ന മഹാത്മാഗാന്ധിയുടെ മകൻ മതം മാറി ഇസ്ലാമിലേക്ക് പോയി, എന്നിട്ട് പിന്നീട് തിരിച്ചു വരികയൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ നിർബന്ധിത മതപരിവർത്തനം ഒരു പ്രശ്നമാണ്. ഫോഴ്സ്ഡ് കൺവേർഷൻ ഒരു പ്രശ്നമാണ്. ആ ഫോഴ്സ്ഡ് കൺവേർഷനെതിരെ നിയമം വേണമെന്ന് ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. എന്നാൽ ഒരു ബഹുസ്വരതയിൽ പോകണം. കാര്യം ഇല്ലെങ്കിൽ എന്താ അറിയോ, കേരളത്തിൽ 27 മുതൽ 29% വരെ മുസ്ലിങ്ങളുണ്ട്. 16 മുതൽ 20 വരെയെന്നോ 18 മുതൽ 20% വരെ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹമുണ്ട്. 50 മുതൽ 55% വരെ ഹിന്ദുക്കളുണ്ട്. നമ്മളൊരു ബാലൻസ് പിടിച്ച് പോകണം. നമ്മുടെ കേരളത്തെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് അപമാനിക്കുകയല്ല. തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തണം, ചൂണ്ടിക്കാട്ടണം. ഞാൻ മുസ്ലിം ലീഗിനോട് നല്ല ബന്ധമാണ് എനിക്കുള്ളത്. ഞാനും മനോരമയിൽ ഞങ്ങൾ ഇരുന്നൊരു ചർച്ചയിൽ ഞാൻ മുസ്ലിം ലീഗിൻ്റെ എനിക്കൊന്നും മറ്റേ നവാസോ അല്ലെങ്കിൽ ആരോ മുസ്ലിം ലീഗിൻ്റെ ആരോ ഒരാൾ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കേരളത്തിൽ നിന്ന് ഒരാളെങ്കിലും അങ്ങനെ മതപരിവർത്തനം ചെയ്തു പോയാൽ നിങ്ങൾ തെറ്റുകാരനാണെന്നേ ഞാൻ പറയൂ. കാര്യം നിങ്ങളൊരു ബാലൻസ് പിടിക്കുമെന്നാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ 3 പേര് പോയെങ്കിൽ 32,000 വേണ്ട, 3 പേര് പോയെങ്കിൽ പോലും അത് നമ്മുടെ എല്ലാവരുടെയും തെറ്റാണ്. പക്ഷേ ഈ മിനി പാകിസ്ഥാൻ പോലുള്ള പ്രയോഗങ്ങൾ ദൂരവ്യാപകമായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനും പ്രശ്നമുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ എനിക്ക് അങ്ങ് തന്നെ ചോദിക്കും, നാളെ അങ്ങയുടെ മുമ്പിൽ സുരേഷ് ഗോപി SGയെ കിട്ടിയിരിക്കട്ടെ, സുരേഷ് ഗോപി അങ്ങ് മിനി പാകിസ്ഥാനിലെ MP ആണെന്ന് ചോദിച്ചാൽ പുള്ളി ആണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതൊരിക്കലും ഉണ്ടാകത്തില്ല. പുള്ളി ഒരിക്കലും അങ്ങനെ പറയുന്നു. കാര്യം അപ്പം മിനി പാകിസ്ഥാൻ എന്നുള്ളത് ഒരു ദുസ്സൂചനയോട് പറയുമ്പോൾ നമ്മൾ കേരളത്തെ അപമാനിക്കുന്നത് പോലെ അല്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോരമ്പുകളിൽ എന്ന പോസിറ്റീവ് വേണം. തീവ്രവാദം കുറച്ചുകൂടെ പച്ചയ്ക്ക് ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറയാനും നമ്മൾ മടിക്കണ്ട. കുറച്ചുകൂടെ ഇത്തരം വിഷയങ്ങളിൽ ഒരു 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 മൂർച്ചയുള്ള നിലപാടുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇസ്ലാമിസ്റ്റ് തീവ്രവാദം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും നമുക്ക് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ല, അങ്ങനെ നമ്മൾ പറയുന്നതല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ കേരള പശ്ചാത്തലമുള്ള 100 പേരോ 108 പേരോ, ആദ്യം 100 എന്ന് പറഞ്ഞു, പിന്നീട് 108 എന്ന് പറഞ്ഞു, 108 പേര് ISIS ചേരാൻ പോയി. ഒന്ന് ആലോചിച്ച് നോക്കി, ISISുമായിട്ട് എന്ത് ബന്ധമാണ്? അവൻ പറയുന്ന ഭാഷയെങ്കിലും നമുക്ക് മനസ്സിലാവും. ഈ കേരളത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ 4 നമ്മുടെ ഇന്ത്യൻ ആർമിയോട് ഫൈറ്റ് ചെയ്ത് 4 പേര് കേരളത്തിലെ ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞു. നമ്മൾ ഓർക്കേണ്ട കാര്യം, അങ്ങനെ രാജ്യദ്രോഹിയാണെങ്കിൽ എൻ്റെ മകൻ്റെ മുഖം പോലും കാണണ്ടെന്ന് പറഞ്ഞ് ഉമ്മമാരുള്ള നാടാണ്.
ഒരു ഉമ്മ പറയുകയുണ്ടായി, എൻ്റെ മകൻ, അതായത് അങ്ങനെയൊക്കെ ഞാൻ 2 പിള്ളേരുടെ അച്ഛനാണ്, എനിക്ക് പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. കാര്യം എൻ്റെ മകൻ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ മുഖം കാണണ്ട എന്നൊരു ഉമ്മ പറയുന്നത്, ആ ഉമ്മയിലാണ് നമ്മൾ ഭാരതമാതാവിൻ്റെ നന്മ ദർശിക്കേണ്ടത് എന്ന തിരിച്ചറിവ്. അപ്പം ഈ എല്ലാ മുസ്ലിങ്ങളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലും കേരളത്തെ മോശമാക്കുന്ന രീതിയിലും പറഞ്ഞാൽ ഒന്ന് നന്മയല്ല, ധാർമ്മികതയല്ല, ഇനി 2 രാഷ്ട്രീയം കൂടെ പറയാം, അത് BJPക്ക് ഗുണം ചെയ്യില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ BJPയോട് ഇപ്പോൾ അടുക്കുന്നത് ആരാണ് കൂടുതൽ? നായർ സമൂഹത്തിലെ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ നസ്രാണി ക്രിസ്ത്യൻ സമൂഹത്തിലെ ആൾക്കാർ, മധ്യവർത്തി മിഡിൽ ക്ലാസ് ഒക്കെയാണ്. അവർക്ക് മോദിജിയോട് ഇഷ്ടം എന്താണ്? മോദിജി ഒരു മധ്യ ലൈൻ പിടിക്കുന്നു, ആരെയും വെറുപ്പിക്കുന്നില്ല, എന്നാൽ സ്വന്തം കാര്യങ്ങളെല്ലാം നടത്തുന്നു, അല്ലെങ്കിൽ സ്വന്തം അദ്ദേഹത്തിൻ്റെ നിലപാട്, രാഷ്ട്രീയ നിലപാട് നടത്തുന്നു. ഒരു സോഫ്റ്റ് ലൈൻ അല്ലേ പിടിക്കുന്നത്. RSSന് ഇത്രയും ആദരവ് എല്ലാ സമൂഹത്തിലും കിട്ടാൻ കാരണം എന്താണ്? പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജിയൊക്കെ ഒരു ഗാന്ധിയൻ ലൈൻ എടുക്കുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, മുസ്ലിം നേതാക്കളെ പോയി കാണുന്നു, സംസാരിക്കുന്നു, നമ്മുടെ എല്ലാം DNA ഒന്നാണ്, വിശ്വാസം വേറെയാണെങ്കിൽ എന്ന് പറയും. ഈ ഒരു നിലപാടെടുക്കുന്നതിലൂടെ മാത്രമേ BJP എന്നൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വളർച്ച പോലും പോസിബിൾ ഉള്ളൂ. അതുകൊണ്ട് ഇത് ധാർമ്മികമായും തെറ്റാണ്, രാഷ്ട്രീയപരമായും തെറ്റാണ്. ആ തീവ്രത കേരളത്തിലോ സൗത്ത് ഇന്ത്യയിലോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. നേരെ മറിച്ച് ഒരു സോഫ്റ്റ് ഹിന്ദു, ഒരു എന്താ പറയുക, സോഫ്റ്റ് നാഷണലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഇൻക്ലൂസീവ് നാഷണലിസം ആയിരിക്കും BJP എന്ന പാർട്ടിക്ക് പോലും കേരളത്തിൽ വളരാൻ കൂടുതൽ ഗുണം ചെയ്യുക. പക്ഷേ പലപ്പോഴും ഈ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമുദായമാണ് മുസ്ലിം ലീഗ്. അല്ല, ഇനി 2 BJP മുസ്ലിം ലീഗിനോട് ചേർന്ന് നാഗ്പൂർ ഭരിച്ചിട്ടുണ്ട്. അതായത് RSSന്റെ അടിസ്ഥാനമുള്ള നാഗ്പൂരിൽ മുസ്ലിം ലീഗ് ചേർന്ന് ഭരിച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രീധരൻപിള്ള സാറൊക്കെ ഇരുന്നപ്പോൾ തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഏറ്റവും നല്ല കാര്യമാണ് പറഞ്ഞത്. മാറാടക്കമുള്ള വിഷയങ്ങളിൽ പോസിറ്റീവായിട്ട് ഉള്ളൊരു നിലപാടാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. തളി ക്ഷേത്രത്തിന് അന്ന് തീ പിടിച്ചപ്പോൾ ആദ്യം ഓടിയെത്തിയത് നമ്മുടെ ആദരണീയനായ ഷിഹാബലി തങ്ങൾ അവർകളായിരുന്നു. ഇപ്പം തന്നെ മുനവറലി തങ്ങളടക്കം, സാദിഖ് അലി തങ്ങളടക്കം എല്ലാവരും ചേർത്ത് നിർത്തുന്ന നിലപാടും പോസിറ്റീവായ നിലപാടുമാണ്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ഈ മുസ്ലിം ലീഗും BJPയും ചേർന്നുള്ള ഒരു ഭരണം പോലും സാധ്യമാണ് അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എന്താ പറയുക, ആൾക്കാരെ ഇപ്പം മഹാത്മാഗാന്ധി ഇന്നുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം മുസ്ലിം ലീഗിന്റെ വലിയൊരു ശതമാനം ആൾക്കാർ അവർക്ക് വേണ്ടി നിൽക്കും. ഇപ്പം എന്തിപ്പോൾ ഉദാഹരണം, മുസ്ലിം ലീഗിന്റെ കൊടി കണ്ട് BJPയുടെ ചില ആൾക്കാർ നോർത്ത് ഇന്ത്യയിൽ പാകിസ്ഥാന്റെ കൊടിയാന്ന് പറയുന്നുണ്ട്. വയനാട് 1-2 ഫാക്ച്വലി തെറ്റാണ്. 2 ഇത് കേൾക്കും ഇവിടത്തെ BJPക്കാരന് ഉള്ളിൽ ക്രിഞ്ചടിക്കും, അവൻ അറിയാലോ ഒരു കള്ളമാണ്. അപ്പൊ നോർത്ത് ഇന്ത്യയിലെ ചില എക്സ്ട്രീം വോയിസസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ നിലപാടെടുക്കരുത്. പകരം ശ്രീധരൻപിള്ള സാറിന്റെ നിലപാട്, ക്ലിമിസ് തിരുമേനിയെ കാണുമ്പോൾ കാല് തൊട്ട് വീഴുന്ന കുമ്മനം ചേട്ടന്റെ നിലപാട്, അതിലൊരു ദൈവീകതയുണ്ട്, ഒരു നന്മയുണ്ട്. പുള്ളി രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, കുമ്മനം ചേട്ടനെ അറിയാവുന്നവർക്കറിയാം, പുള്ളി സന്യാസിയാണ്. ശരിക്കും കാവ്യ ധരിക്കാത്തൊരു സന്യാസി ഉണ്ടെങ്കിൽ ശ്രീ കുമ്മനം രാജശേഖരനാണ്. ക്ലിമിസ് തിരുമേനിയെ കാണുമ്പോൾ ഒരു ഹിന്ദുവിന് ഒരു ആത്മീയ നേതാവിനെ കണ്ടാൽ നമസ്കാരം പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. രജനീകാന്ത് യോഗി ആദിത്യനാഥിന്റെ കാലുവിട്ട് വീഴുന്നതുപോലെ. പുള്ളി ചിന്തിക്കുന്നൊന്നുമില്ല. രജനീകാന്ത് എന്ന സാധാരണ ഹിന്ദു അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ യോഗി ആദിത്യനാഥിനെ കാണുകയാണ്, ഒരു സന്യാസിയല്ലേ, തൊട്ടുഴുതേക്കാം. ഇത് നമ്മുടെ മനസ്സിലുള്ള നന്മയാണ്. അപ്പോൾ ഈ നന്മയെ പരിപോഷിപ്പിക്കുന്നതിന് പകരം ഈ മിനി പാകിസ്ഥാൻ എന്നുള്ളൊരു ഇസ്ലാമോഫോബിക് ലൈൻ എടുക്കുകയാണെങ്കിൽ അത് BJPക്കും ദോഷം ചെയ്യും, ജയസൂര്യൻജിക്കും ദോഷം ചെയ്യും, കേരളത്തിനും ദോഷം ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.